കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 726. സൂറത്തുൽ ഹജ്ജ് ആയത്തുകൾ 39 മുതൽ 55 വരെ. പേജ് നമ്പർ 1169. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ وإن الله على نصرهم لقدير الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير فكأين من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون وكأين من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير قل يا أيها الناس إنما أنا لكم نذير مبين فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم
وإن الظالمين لفي شقاق بعيد وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 727, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 39, പേജ് നമ്പർ 1169. യുദ്ധത്തിന് ഇരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. എന്തെല്ലാം അക്രമങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നാലും ക്ഷമ അവലംബിക്കണമെന്നായിരുന്നു ആദ്യകാലത്ത് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. തിരിച്ചടിക്കും പ്രത്യാക്രമണത്തിനുള്ള അനുമതിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. തിരിച്ചടിക്കാൻ കൽപ്പിക്കപ്പെട്ടു എന്നല്ല, അനുമതി കിട്ടി എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. പ്രത്യാക്രമണം കൽപ്പനയല്ലെന്നർത്ഥം, അനുവാദം മാത്രം. ആയത്ത് 40. അല്ലദീന ഉഖ്റിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് യാതൊരു ന്യായവും കൂടാതെ പുറത്താക്കപ്പെട്ടവരാണവർ. ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം. പൗരസ്വാതന്ത്ര്യം ഒരിക്കലും അനുവദിക്കുകയില്ല എന്നതായിരുന്നു ശത്രുക്കളുടെ നിലപാട്. യുദ്ധം അനുവദിച്ചതും വിശ്വാസികൾ യുദ്ധത്തിന് ഇറങ്ങിയതുമായ സന്ദർഭം ഇതാണ്. വിശ്വാസികൾ യുദ്ധത്തിന് മുൻകൈയെടുത്തിട്ടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് അവർ പറഞ്ഞു എന്ന കുറ്റം മാത്രമാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടത്. ഈ ദുർജനങ്ങൾ കൊലക്കുറ്റം പോലെ കരുതി വിശ്വാസികളെ അവർ കഠിനമായി പീഡിപ്പിച്ചു. നാട്ടിൽ പൊറുതിയില്ലാതായി. അങ്ങനെ അന്യനാട്ടിലേക്ക് മാറി താമസിച്ചു. ശത്രുക്കൾ അവിടെയും ചെന്നു ഉപദ്രവിക്കാൻ തുടങ്ങി. തങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുക എന്നതല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചക്കും അവർ ഒരുക്കമല്ല. അല്ലാത്ത പക്ഷം കൊന്നുകളയും എന്ന് വരെ ഭീഷണിപ്പെടുത്തി. ദുരിതം അസഹ്യമായിക്കൊണ്ടിരുന്നു. അള്ളാഹുവിൽ നിന്നും ആദ്യം നിങ്ങൾ സഹായിക്കുക, കൈ അടക്കി വെക്കുക എന്ന നിർദ്ദേശമാണ്. നിങ്ങൾ സഹിക്കുക, കൈ അടക്കി വെക്കുക എന്ന നിർദ്ദേശമാണ് വന്നുകൊണ്ടിരുന്നത്. പീഡനം കാരണമായി ഗതിമുട്ടിയപ്പോൾ പകരം വീട്ടാൻ സമ്മതം കൊടുത്തു. അത് യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ആളും ആയുധവും കുറവായതുകൊണ്ട് വിശ്വാസികൾക്ക് ലേശം ആശങ്കയുണ്ടായി. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചതിൻ്റെ പേരിലാണല്ലോ ഇവർ മർദ്ദിക്കപ്പെട്ടത്. അതിനാൽ അള്ളാഹു സഹായിക്കുവാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. ഇതാണ് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലം. യുദ്ധത്തിൻ്റെ കാരണക്കാർ അവിശ്വാസികളാണ്. രാജ്യം വെട്ടിപ്പിടിക്കാനോ സമ്പത്ത് വാരിക്കൂട്ടാനോ വേണ്ടി മുസ്ലിങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടിട്ടില്ല. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ചേർക്കാൻ വേണ്ടിയും ബലപ്രയോഗം പാടില്ല. ഇസ്ലാം വാളുകൊണ്ട് പരത്തിയതാണെന്ന വാദം തീർത്തും കളവാകുന്നു. ചിലർ ഈ വ്യാജം ഏറ്റുപാടുന്നുമുണ്ട്. ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ കയ്യിൽ വാള് പിടിക്കുന്നത് ഈ സ്മരണയിലാണെന്ന് അവർ പറയുന്നു. ഇത് ഇസ്ലാമിന് അപമാനം മാത്രമാണ്. ഇങ്ങനെ അകത്തു നിന്നും പുറത്തു നിന്നും വലിയ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ഇസ്ലാം സുശക്തമായി നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം തന്നെയാകുന്നു. പേജ് നമ്പർ 1170. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ, ആശ്രമങ്ങൾ പൊളിക്കപ്പെടുമായിരുന്നു. വബിയഉം വസലവാത്തുൻ, ചർച്ചുകളും യഹൂദ ദേവാലയങ്ങളും. വമസാജിദു യുദ്കറു ഫിഹാ ഇസ്മുല്ലാഹി കസീറ, അല്ലാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളും. അന്യായമായും അകാരണമായും ആരാധനാലയങ്ങൾ ആക്രമിക്കുവാൻ ഒരുങ്ങുന്നവരെ മറ്റൊരു കൂട്ടർ പ്രതിരോധിക്കും. ഈ നടപടിക്രമം അള്ളാഹു പണ്ട് മുതലേ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ആരുടെയും ഒരു ആരാധനാലയവും തകർക്കപ്പെടാതെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. തന്നെ സഹായിക്കുന്നവരാരോ തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയമായും അള്ളാഹു പരമശക്തനും പ്രതാപിയുമാകുന്നു. ഒരു കൂട്ടരുടെ ആക്രമണം മറ്റു ഒരു കൂട്ടരെ കൊണ്ട് തടയുക എന്ന നടപടിക്രമം മുഖേന അള്ളാഹു ഭൂമിയിൽ ശക്തികൾ തമ്മിലുള്ള ഒരു
സന്തുലനം നിലനിർത്തുന്നു. ചരിത്രത്തിലുടനീളം പലപ്പോഴും നമുക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുതയാണിത്. ഒരു കൂട്ടരുടെയും പരിധിയില്ലാത്ത സംഹാരതാണ്ഡവം തുടർച്ചയായി നിലനിൽക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല. ഒരു മഹാശക്തി ഉയർന്നു വരുമ്പോൾ അവരോട് കിടപിടിക്കുന്ന മറ്റൊരു ശക്തി അപ്പുറത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും അവൻ്റെ മതത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആകുന്നവരെ അള്ളാഹു സഹായിക്കും. അത് ഉറച്ച വാഗ്ദാനമാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 728, സൂറത്ത് അൽ ഹജ്ജ് ആയത്ത് 41, പേജ് നമ്പർ 1170. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة. ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകിയാൽ അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യും. വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകരി. അവർ ന്യായമായത് കൽപ്പിക്കുകയും നിഷിദ്ധമായത് തടയുകയും ചെയ്യും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനാകുന്നു. വിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ അവർ കണിശമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തുകയാണ് ഇവിടെ. നമസ്കാരം നിലനിർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അണികൾ നേരെ ചൊവ്വേ ആക്കി സംഘം ചേർന്ന് നമസ്കരിക്കുകയും ചെയ്യുക. ഇതിൻ്റെ രൂപം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഫ് നേരെയാക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വാധീനം ലഭിച്ചാൽ അത് ആദ്യം ഉപയോഗപ്പെടുത്തേണ്ടത് ഭൗതികമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. പ്രഥമമായി ഊന്നൽ നൽകേണ്ടത് പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ശരിപ്പെടുത്തുന്നതിനാണ്. പേജ് നമ്പർ 1171. അതിൽ പ്രധാനമാണ് പള്ളി ഉണ്ടാക്കി നമസ്കാരം കൃത്യമായി സംഘം ചേർന്ന് അനുഷ്ഠിക്കൽ. ഈ വചനം പഠിപ്പിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ ആദ്യം ചെയ്തത് പള്ളി നിർമ്മിക്കുകയാണ്. അതിൻ്റെ വരാന്തയിൽ ചെറിയ മുറിയുണ്ടാക്കി അവിടെ താമസമാക്കി. നബി സല്ലല്ലാഹു നമസ്കാരം ജനങ്ങളെ കണിശമായി പഠിപ്പിച്ചു. രണ്ടാമത്തെ വിഷയം സക്കാത്ത് കൊടുക്കലാണ്. അത് ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെ നിർവഹിക്കേണ്ടതല്ല. അധികാരമുള്ളവർ അത് ശേഖരിച്ച് അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യേണ്ടതാകുന്നു. ഇതിൻ്റെ വിശദാംശം പ്രവാചക ശരിയിൽ നിന്ന് വ്യക്തമാണ്. മഅറൂഫ് എന്നാൽ നന്മയെന്നും നല്ലത് എന്നുമാണ് സാധാരണ പറഞ്ഞു വരുന്നത്. അതുപോരാ, നല്ലതാണെന്ന് ബോധ്യമുണ്ട്, പക്ഷേ ആളുകൾ അശ്രദ്ധരാണ്, അല്ലെങ്കിൽ വിപരീതം പ്രവർത്തിക്കുന്നു. ഇവിടെ കൽപ്പിക്കുകയാണ് വേണ്ടത്. അവർ മനസാക്ഷിയെ വഞ്ചിക്കുകയാണല്ലോ. ഇതാണ് മഅറൂഫ്. ഉദാഹരണം, നമസ്കാരം നിർബന്ധമാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ അത് നിർവഹിക്കുന്നില്ല. ഇവിടെയാണ് കൽപ്പന വേണ്ടത്. ഇതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. മുങ്കർ എന്ന് വെച്ചാൽ നിഷിദ്ധമായതെന്നർത്ഥം. നിഷിദ്ധം എന്ന് സമ്മതിക്കുന്നുവെങ്കിലും പലപ്പോഴും അത് ചെയ്യുന്നു. അവിടെയാണ് വിരോധിക്കുവാൻ കൽപ്പിക്കുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ജനങ്ങൾ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് വിരോധിക്കാൻ ആൾ വേണം. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ കൽപ്പിക്കുവാനോ വിരോധിക്കുവാനോ അവകാശമില്ല. അവിടെ ഉപദേശിക്കുകയാണ് വേണ്ടത്. യദ്ഉന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ആദ്യമായി വേണ്ടത് ന്യായമായ തെളിവിൻ്റെയും യുക്തിയുടെയും വെളിച്ചത്തിൽ ഉപദേശിക്കുകയാണ്. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തിപഥത്തിലാക്കാൻ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുക. സമ്മതിച്ചതിനെതിരിൽ പ്രവർത്തിക്കുന്നവരെ തടയുകയും വേണം. സ്വാധീനം ലഭിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ സമുദായം രക്ഷപ്പെടൂ. സ്വാധീനം എന്നത് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാകാം. അതതിൻ്റെ മുറ അനുസരിച്ച് അത് നിർവഹിക്കണം. ഒരു രാജ്യത്തിൻ്റെ ഭരണം കിട്ടിയാലും ഇതേ ബാധ്യതകൾ തന്നെയാണ് നിർവഹിക്കാനുള്ളത്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അയഞ്ഞ സമീപനമാണെങ്കിൽ വ്യാപകമായ നാശത്തിന് അത് കാരണമാകും. അതുപോലെ മേൽപ്പറഞ്ഞ പ്രകാരമുള്ള കൽപ്പിക്കലും വിരോധിക്കലും അശ്രദ്ധമാക്കിയാലും വലിയ നാശം തന്നെ. മുസ്ലിം സമുദായം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാകുന്നു. പരിഹാരം ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുവിനാകുന്നു. അതായത് അള്ളാഹുവിൻ്റെ വിധിയും നിയന്ത്രണവും അനുസരിച്ച് കാര്യങ്ങളുടെ പര്യവസാനം സംഭവിക്കൂ. അതുകൊണ്ട് കടമകൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിശാച് മനുഷ്യരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രലോഭനങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങളുടെ പര്യവസാനം എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആയത്ത് 42. അവർ നിന്നെ കളവാക്കുന്ന പക്ഷം ഫഖദ് കദ്ദബത ഖബലഹും ഖൗമു നൂഹിൻ വആദും വസമൂദ്, അവരുടെ മുമ്പ് നൂഹിന്റെ ജനതയും ആദ് സമൂദ് സമുദായങ്ങളും തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്. ആയത്ത് 43. വഖൗമു ഇബ്രാഹിമ വഖൗമു ലൂത്ത്, ഇബ്രാഹിമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും. പേജ് നമ്പർ 1172. ആയത്ത് 44. വഅസ്ഹാബു മദിയന, മദിയൻകാരും കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസായും കളവാക്കപ്പെട്ടു. ഫഅംലൈതു ലിൽ കാഫിരീന, അപ്പോൾ നിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. സുമ്മ അഖ്ദതുഹും, പിന്നെ അവരെ നാം പിടികൂടുകയും ചെയ്തു. ഫകൈഫ കാന നകീർ, അപ്പോൾ നമ്മുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. ജനതയുടെ നിഷേധത്തിൽ മനസ്സ് വിഷമിക്കേണ്ട. ധാരാളം സമൂഹങ്ങൾ ഇതുപോലെ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. മുൻ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ അനുവർത്തിച്ചു വന്ന നിഷേധ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാഠം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്ര സംഭവങ്ങൾ വിവരിച്ചു തരുന്നത്. ഉപദേശം ശ്രദ്ധിച്ച് കേട്ട് പരിശോധിക്കാതെ കണ്ണടച്ച് തള്ളിക്കളഞ്ഞ ദുർജനങ്ങൾക്ക് വ്യാപകമായ നാശമാണ് സംഭവിച്ചത്. പരലോകത്തെ കഠിനമായ ശിക്ഷയ്ക്ക് അവർ വിധേയരാവുകയും ചെയ്യും. അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത ഏവർക്കും ഇത് ബാധകമാണ്. അള്ളാഹുവിൻ്റെ നിയമ നടപടികളിൽ ഭേദമില്ല. 45 ആയത്ത്. ഫകഅയ്യിൻ മിൻ ഖർയത്തിൻ അഹ്ലക്നാഹ, അങ്ങനെ എത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. വഹിയ ളാലിമത്തുൻ, അവർ അക്രമികളായിരിക്കെ. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവ അവയുടെ മേൽപ്പുരകളോടുകൂടി നിലംപതിച്ച് കിടക്കുന്നു. വബിഇരിൻ മുഅത്തലത്തിൻ, ഉപയോഗശൂന്യമാക്കപ്പെട്ട എത്ര കിണറുകൾ. വഖസുരിൻ മഷീദ്, ഉയർത്തപ്പെട്ട എത്ര സൗധങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഈ ശിക്ഷാ നടപടികൾക്കെല്ലാം കാരണം ആളുകളുടെ അക്രമങ്ങളും താന്തോന്നിത്വവുമാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 729, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 45, പേജ് നമ്പർ 1172. ആയത്ത് സൂറത്തുൽ ഹജ്ജ് ആയത്ത് 46. അഫലം യസീറു ഫിൽ അർദി, ഭൂമിയിൽ അവർ സഞ്ചരിച്ചിട്ടില്ലേ. ഫതകൂന ലഹും ഖുലൂബൻ യഖിലൂന ബിഹാ, അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള ഹൃദയങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു. ഔ ആദാനി യസ്മഊന ബിഹാ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കാൻ കഴിയുന്ന കാതുകൾ. ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ, എന്നാൽ നിശ്ചയമായും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. പേജ് നമ്പർ 1173. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, പക്ഷേ നെഞ്ചുകൾക്കുള്ളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഭൂമിയിൽ സഞ്ചരിച്ചാൽ ബുദ്ധി ഉണരുകയും തുറക്കുകയും ചെയ്യത്തക്ക ദൃഷ്ടാന്തങ്ങളും ചരിത്രാവശിഷ്ടങ്ങളും ലോകത്ത് നിറഞ്ഞു കിടക്കുന്നു. പക്ഷേ അവയെക്കൊണ്ടൊന്നും ഇത്തരക്കാർക്ക് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. കണ്ണ് പൊട്ടിപ്പോയാൽ സാരമില്ല, ഹൃദയം ഇരുളടഞ്ഞതാണ് നാശം. ഇവരുടെ കാഴ്ചക്ക് ദോഷമൊന്നും തട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് പറ്റ മരവിച്ചു പോയി. ഹൃദയത്തിൻ്റെ പ്രകാശം കെട്ടുപോയാൽ പിന്നെ കണ്ണിന് കാഴ്ചയുണ്ടായിട്ട് എന്ത് കാര്യം? മാനസിക പ്രവർത്തനങ്ങളുടെയും ചിന്തയുടെയും വിശകലനത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും കേന്ദ്രം തലച്ചോറിലാണെന്നും ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്ന ജോലി മാത്രമാണെന്നുമാണ് അടുത്ത കാലം വരെ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുക, ഹൃദയങ്ങൾക്കാണ് എന്ന് ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയത്. ശാശ്വത ശിക്ഷ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തവർക്കാണെന്ന് അറാഫ് 179 ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഹൃദയം നന്നായാൽ മനുഷ്യൻ മുഴുവൻ നന്നായി, ചിത്തിയാൽ മുഴുവൻ ചിത്തിയായി എന്ന ഹദീസും തഖ്വ അഥവാ ഭയഭക്തി അഥവാ സൂക്ഷ്മത ഇവിടെയാണ് എന്ന് നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഹദീസും വളരെ പ്രസിദ്ധമാണ്. ദൃഷ്ടാന്തങ്ങളും തെളിവുകളും കാണുകയും അതിൻ്റെ പ്രകാശം ലെൻസിലൂടെ കടന്ന് കണ്ണിൻ്റെ റെറ്റിനയിൽ പ്രതിബിംബമായി പതിക്കുകയും അത് ഒപ്റ്റിക് നെർവുകളിലൂടെ തലച്ചോറിലെ ദൃശ്യ കേന്ദ്രത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പരിഗണിക്കാതിരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുവാനുള്ള തീരുമാനം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കൻ ഗവേഷകനായ ഡോക്ടർ ആൻഡ്രൂ ആർമർ ദ അപ്രീഷിയേറ്റീവ് ഹാർട്ട് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഹൃദയത്തിന് മാനസിക പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. മറ്റൊരു ഗവേഷകനായ റോളിംഗ് മക്കാട്ട് വികാരങ്ങളുടെ കേന്ദ്രം ഹൃദയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ മാനസിക പ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയായ ന്യൂറോ കാർഡിയോളജി ഇനിയും പല വിവരങ്ങളും ലോകത്തിന് നൽകാതിരിക്കാം. എന്തായിരുന്നാലും അനുകൂലവും പ്രതികൂലവുമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഹൃദയത്തിന് പങ്കുണ്ടെന്ന് ഖുർആനും ഹദീസും വ്യക്തമാക്കിയതിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആയത്ത് 47. അവർ നിന്നോട് ശിക്ഷയെക്കുറിച്ച് തിരക്ക് കൂട്ടി ആവശ്യപ്പെടുന്നു. അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദത്തം ലംഘിക്കുകയേയില്ല. നിശ്ചയമായും നിന്റെ യജമാനന്റെ അടുക്കൽ ഒരു ദിവസം നിങ്ങൾ എണ്ണി വരുന്നതിൽപ്പെട്ട 1000 കൊല്ലം പോലെയാകുന്നു. അള്ളാഹു കുറ്റവാളികൾ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിന് സമയം നിർണയിച്ചിട്ടുമുണ്ട്. ആ വാഗ്ദത്തത്തിന് മാറ്റമില്ല. അകലെയായാലും അടുത്തായാലും അള്ളാഹുവിൻ്റെ സമമാണ്. കാലതാമസം കൊണ്ട് യാതൊരു മാറ്റവും അത് നടപ്പിലാക്കുന്നതിൽ വരികയില്ല. നിങ്ങൾ തിരക്ക് കൂട്ടിയത് കൊണ്ട് സമയം വ്യത്യാസപ്പെടുത്തുകയുമില്ല. ആയത്ത് 48. എത്രയോ നാടുകൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തു. വഹിയ വാലിമത്തുൻ, അത് അക്രമിയായിരിക്കെ. പിന്നെ നാം അതിനെ പിടികൂടി. വഇലയ്യൽ മസ്വീർ, മടക്കം എൻ്റെ അടുക്കലേക്ക് തന്നെയാണ്. ദുനിയാവിലെ ശിക്ഷ അനുഭവിക്കാത്തവരും എല്ലാവരും എൻ്റെ മുമ്പാകെ ഹാജരാകും. ഓരോരുത്തരെ സംബന്ധിച്ചും
ന്യായമായ നിലയിൽ വിധി നടത്തുകയും ചെയ്യും. ആർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. പേജ് നമ്പർ 1174, ആയത്ത് 49. ഖുൽ യാ അയ്യുഹന്നാസ്, പറയുക, ഏ മനുഷ്യരെ, ഇന്നമാ അന ലക്കും നദീറും മുബീൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. വെട്ടിത്തുറന്ന് താക്കീത് ചെയ്യുക മാത്രമാണ് എൻ്റെ ജോലി. നിങ്ങളെ നിർബന്ധിക്കുവാൻ എനിക്ക് അവകാശമില്ല, കഴിവുമില്ല. സത്ഫലങ്ങൾ അനുഭവിക്കും എന്ന് അറിയിക്കുന്നതിനേക്കാൾ ദുഷ്ഫലം അനുഭവിക്കുമെന്ന് താക്കീതാണ് ഗൗരവമേറിയത്. കാരണം താക്കീത് അവഗണിച്ചാൽ ദുരന്തത്തിൽപ്പെടും. അതായിരിക്കണം താക്കീതുകാരൻ എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ആയത്ത് 50. ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അതിനാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ട്. ആയത്ത് 51. വല്ലദീന സഅു ഫീ ആയാതിനാ മുആജിസീന, തോൽപ്പിച്ചു കളയാമെന്ന മട്ടിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പരിശ്രമിക്കുന്നവരാരോ, അതായത് വളച്ചൊടിക്കുന്നവരാരോ, അവർ ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ തന്നെയാണ് നരകാവകാശികൾ. മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രവാചകന്മാർ മുഖേന അവതരിപ്പിച്ചു. ആത്മരക്ഷയിൽ ആഗ്രഹമുള്ളവർ തുറന്ന മനസ്സോടെ ആ നിർദ്ദേശങ്ങളിൽ യാതൊരു വളച്ചൊടിക്കലും കൂടാതെ സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് എല്ലാ കാലങ്ങളിലും അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ കൃത്രിമം ചെയ്യുന്ന സ്വഭാവക്കാർ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവർ നരകത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തു, അല്ലെങ്കിൽ പരസ്യമായി എതിർത്തു ജനങ്ങളെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പിശാചുക്കൾ എല്ലാ നബിമാരുടെയും പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. സൂറത്തുൽ അൻആമിൽ 112 ആയത്തിൽ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു രൂപത്തിൽ അടുത്ത ആയത്തിലും അത് വിവരിക്കുന്നു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 730, സൂറത്ത് അൽ ഹജ്ജ്, ആയത്ത് 52, പേജ് നമ്പർ 1174. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ, നിനക്ക് മുമ്പ് യാതൊരു ദൂതനെയും പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. പേജ് നമ്പർ 1175. ഇല്ല ഇദാ തമന്ന, അദ്ദേഹം ഓതിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വഹി ജനങ്ങളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തതിൽ പിശാച് കൂട്ടിച്ചേർക്കും. അപ്പോൾ പിശാച് കൂട്ടിച്ചേർക്കുന്നതിന് അള്ളാഹു മായ്ച്ചു കളയും. എന്നിട്ട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലവത്താക്കുകയും ചെയ്യും. അല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി പറയുകയാണ്. പ്രവാചകനാകുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്നത് കൊണ്ടാണല്ലോ. വഹി ലഭിക്കുമ്പോൾ അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അത് പ്രകാരം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പരിശീലിപ്പിക്കുകയുമാണ് പ്രവാചകന്റെ ബാധ്യത. അത് ചെയ്തു കഴിഞ്ഞാൽ പിശാചി ഇളകിപ്പുറപ്പെട്ട് തൻ്റെ അനുയായികളായിത്തീരുന്ന മനുഷ്യ പിശാചുക്കൾ മുഖേന പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയത് കൂട്ടിച്ചേർത്ത് മതരംഗമാകെ കുഴച്ചു മറിക്കും. അപ്പോൾ അള്ളാഹു സത്യം തെളിയിക്കുകയും മറ്റൊരു പ്രവാചകനെ അയച്ച് പിശാച് കൂട്ടിച്ചേർത്തത് മായ്ച്ചു കളയുകയും ചെയ്യും. ഈ രൂപത്തിലല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പ്രവാചകന്മാരെ അയക്കലുണ്ടായിട്ടില്ല എന്ന് സാരം. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായ ഒരു ദുരനുഭവമാണത്. തമന്ന എന്നതിന് ആഗ്രഹിക്കുക എന്നും ഭാഷയിൽ അർത്ഥമുണ്ടെങ്കിലും ഓതിക്കൊടുക്കുക എന്നതാണ് ഇവിടുത്തെ അർത്ഥം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ വിപ്ലവകാരികളായ അക്രമികൾ വന്ന് കയറി ആക്രമിച്ചതിനെപ്പറ്റി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിലാപകാവ്യത്തിൽ തമന്ന കിതാബ് അല്ലാഹ് എന്നാണ് ചൊല്ലിയത്. അവിടെ തമന്ന എന്ന വാക്കിന് ഓതി എന്നാണ് അർത്ഥം. അതുപോലെ ഉമ്മിയത്ത് എന്ന വാക്കിന് ഓതിക്കൊടുത്തത് എന്ന അർത്ഥമാണ് ഇവിടെ. ചുരുക്കത്തിൽ പ്രവാചകൻ മനുഷ്യരെ പഠിപ്പിച്ച ദിവ്യ സന്ദേശങ്ങളെ നടത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശ്യം. മുമ്പ് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും ഈ ദുരവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ നടപ്പിൽ വരുത്തിയ യഥാർത്ഥ ദീനിൽ പിശാച് കൈകടത്തി ഹലാലിനെ ഹറാമാക്കി, ഹറാമിനെ ഹലാലാക്കി വിശ്വാസകാര്യങ്ങൾ അട്ടിമറിച്ചു. അങ്ങനെ മതം ആകെ കുഴഞ്ഞു മറിഞ്ഞു. അവസാനം അള്ളാഹു ഇറക്കി അറിയിച്ച സത്യം ഏത്, അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അസത്യം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ അള്ളാഹു പുതിയ പ്രവാചകനെ അയക്കുകയും സത്യം അവതരിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നു മുൻ നടപടി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോൾ ഖുർആനിൻ്റെ വചനങ്ങൾ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ശരിക്ക് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു. അച്ചടിയിൽ ഒരു തെറ്റ് വന്നു പോയാൽ അത് തിരുത്തുവാനും, ഓതുമ്പോൾ തെറ്റ് വന്നു പോയാൽ അത് കേട്ട് തിരുത്തുവാനും ആളുകൾ അള്ളാഹു ഒരുക്കി നിർത്തിയത് അത് അനുഭവമാണ്. ഈ നിലയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം പോകട്ടെ, ഒരു ലഘുലേഖ പോലും ഭൂമിയിൽ ഇല്ല. അങ്ങനെ വാചകം മാറ്റാൻ സാധ്യമല്ലെന്ന് കണ്ട പിശാച് തൻ്റെ മിത്രങ്ങളായ മനുഷ്യ പിശാചുകൾക്ക് ഉപദേശം നൽകി. അർത്ഥം മാറ്റാൻ നോക്കുക, ആ വഴിയിൽ ദുർജനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പേജ് നമ്പർ 1176. അങ്ങനെയാണ് ദുർവ്യാഖ്യാനങ്ങൾ വന്നത്. ഈ പൈശാചിക പ്രവർത്തനം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു, ആധുനിക യുഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഉദാഹരണങ്ങൾ: പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ ശ്രമിക്കുകയും എന്നർത്ഥമുള്ള വബ്തഗൂ ഇലൈഹിൽ വസീലത്ത എന്ന വചനത്തിന് അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ ഇടയാളനെ തേടുകയും എന്ന അർത്ഥം കൽപ്പിക്കുകയും എന്നർത്ഥം പറയുകയും പ്രവാചകന്മാരെയും പുണ്യാത്മാക്കളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തല്ലോ. പ്രവാചകൻ പഠിപ്പിച്ചതിൽ പിശാച് കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞതിൽ പെട്ടതാണിത്. അതുപോലെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥമുള്ള ഇയ്യാക നഅ്ബുദു എന്ന വചനത്തിന് നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, ഇങ്ങനെ പുതിയ അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ. പ്രവാചകൻ ഓതിക്കൊടുത്തതിൽ പിശാച് കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞതിൽ പെട്ടതാണിത്. ഇങ്ങനെ പലതും ഇപ്പോൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ആയത്ത് 53. പിശാച് കൂട്ടിച്ചേർക്കുന്നതിനെ ഒരു പരീക്ഷണമാക്കാൻ തക്കവണ്ണം മേൽപ്പറഞ്ഞ പ്രകാരം പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്നതിൽ പിശാച് കൂട്ടിക്കുഴക്കുന്നതിൻ്റെ ഫലമായി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു അതിനെ ഒരു പരീക്ഷണമാക്കി തീർക്കും. ലില്ലദീന ഫീ ഖുലൂബിഹിം മർദുൻ, ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്ക്. ഈമാൻ ശരിക്ക് ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല, മുഅ്മിനുകളോടൊപ്പം ചേർന്ന് ഈമാൻ അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഈ ദുർവ്യാഖ്യാനങ്ങൾ ആശ്വാസം നൽകും, അവർ അവയെ പിൻപറ്റും. വൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുപ്പമായിട്ടുള്ളവർക്കും. അതായത് കടുത്ത കാഫിറുകൾ ഈ രണ്ട് കൂട്ടർക്കും മേൽപ്പറഞ്ഞ പൈശാചിക പ്രവർത്തനം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി പിശാച് തോന്നിപ്പിക്കും. നിശ്ചയമായും അക്രമികൾ കഠിനമായ ശത്രുതയിൽ തന്നെയാകുന്നു. ആയത്ത് 54. വലിയ അലമല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അതാണ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമെന്ന്. ഫയുമിനു ബിഹി, അങ്ങനെ അവരതിൽ വിശ്വസിക്കുകയും ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ ആ സത്യത്തിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നതിന് വേണ്ടിയും അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കി വിശ്വാസികൾ അതിന് കീഴൊതുങ്ങും. അതിന് തക്ക നിലയിലാണ് അള്ളാഹു സത്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 1177. നിശ്ചയമായും അള്ളാഹു വിശ്വാസികളായിട്ടുള്ളവരെ നേരായ പാതയിലേക്ക് ചേർക്കുന്നവനാകുന്നു. ആയത്ത് 55. നിഷേധികളായിട്ടുള്ളവർ അത് സംബന്ധിച്ച് സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അവർക്ക് എത്രയായാലും ഒരു ഉറപ്പ് വരികയില്ല. അന്ത്യസമയം പൊടുന്നനെ അവർക്ക് വന്നെത്തുന്നത് വരെ, അല്ലെങ്കിൽ വിനാശകരമായ ഒരു ദിവസത്തിൻ്റെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെ. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ ചുമത്തി പറഞ്ഞ് പ്രചരിപ്പിച്ച വികലവും വികൃതവുമായ വിഷയങ്ങൾ നിമിത്തം ഒരു കാലത്തും സംശയം തീരാത്ത ഒരവസ്ഥയിലായി തീരും. എന്ത് തെളിവ് കിട്ടിയാലും അവർക്ക് മതി വരികയില്ല. അങ്ങനെ സംശയിച്ചു നിന്ന് അവർക്ക് അന്ത്യസമയം എത്തുമ്പോൾ സത്യം ബോധ്യപ്പെടുകയും സംശയമെല്ലാം നീങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ അപ്പോൾ ബോധ്യപ്പെട്ടിട്ട് എന്ത് കാര്യം?